ഇതാണ് R22-ൻ്റെ ഉൾഭാഗം കേട്ടോ. ജസ്റ്റ് കണ്ടേക്ക്, നല്ല രസകരമായ കളറാണ്. കളർ കോമ്പിനേഷൻ സൂപ്പറാണ്. നല്ല അത്യാവശ്യം മൂത്തൊരു മാമ്പഴമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് മുറിച്ച് കഴിച്ച് എൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. R22-ൻ്റെ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുക്കുകയാണ്. ബാക്കി ഇവിടെ വെച്ചു. സത്യം പറയട്ടെ, എൻ്റെ മനസാക്ഷിക്ക് ഇതായിട്ട് പറയുകയാണെങ്കിൽ R22 നിങ്ങൾ ഭംഗി കണ്ടിട്ടും മറ്റുള്ളവരെ തള്ളു റിവ്യൂ കണ്ടിട്ടും മേടിച്ച് വെക്കരുത്. സാധാ ഒരു മാമ്പഴം, ഒരു ഫ്ലേവറും ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് എന്തെന്ന് പറയാം, കശുമാങ്ങനെ എന്താ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അല്ലാതെ എനിക്ക് ഒന്നും തോന്നുന്നില്ല. സാധാ കുറച്ച് മധുരമുണ്ട്. ഞാൻ വിക്സ് ഒന്നും അളക്കണില്ല. ഇത് എന്തോരം മൂത്താലും, ഇതിപ്പം മൂപ്പ് കുറവാണെന്ന് വെച്ചിട്ടാണ് ഇരിക്കട്ടെ, എന്തോരം മൂത്താലും ഇതിനൊരു കോപ്പുമില്ല. സത്യം പറയാൻ ചെയ്യാം, നമ്മുടെ നാട്ടിലത്തെ പല മാമ്പഴങ്ങളായിട്ട് വെക്കുമ്പോൾ R22 മാമ്പഴം കഴിക്കാത്തവർ, വളരെ കുറച്ച് കഴിച്ചിട്ടുള്ളവർ ഇതൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഈ കഷ്ണമൊക്കെ കണ്ടിട്ടാന്ന് വെച്ചാൽ തല ചുറ്റി വീഴും. അത്രേ ഉള്ളൂ. ഈ സാധനം നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ഥലം വേസ്റ്റ് ചെയ്യാനും സമയം വേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് R22 മേടിച്ച് വെക്കേണ്ട. ഞാനിത് ഈ മാങ്ങ നിൽക്കുന്നുണ്ടേ, എൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ ഒന്നും എടുത്തിട്ടുണ്ടാവുന്നില്ല. ഞാൻ ജസ്റ്റ് സമയമായിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ സീസൺ തുടങ്ങിയിട്ടില്ലല്ലോ. അതിന് ജസ്റ്റ് ഞാൻ പോയി, ജസ്റ്റ് കണ്ടു വന്നു. അങ്ങനെ അവരിൽ തോട്ടിണ്ടായിരുന്നു, കൊണ്ടുപോയ ആളപ്പം തോട്ടിണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഈ സാധനം വെച്ച് നിങ്ങൾ സമയം കളയേ വേണ്ട. വെറും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണുന്ന നല്ല ഇനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായി ഹൃദ്യമുണ്ട്, ആരോമലുണ്ട്, തൃശ്ശൂർക്കാരനുണ്ട്, വൈകിയുണ്ട്, റെഡ് ഡയമണ്ട് ഉണ്ട്. ഈ പറഞ്ഞ മാങ്ങയുള്ള അടുത്തോടെ, അതായത് അടുത്തോടെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 കിലോമീറ്റർ അപ്പുറത്തോടെ പോവുള്ളൂ. അത്രയ്ക്കും എന്താ പറയുക, ഞാൻ മോശം എന്ന് എവിടെയും പറയാൻ ഉദ്ദേശമില്ല. കാരണം ചിലർക്ക് ഇത് ഇഷ്ടമാവും. അതുകൊണ്ട് ഞാൻ മോശം എന്ന് പറയില്ല. എൻ്റെ റിവ്യൂവിൽ ഇത് അതിൻ്റെ അത്രയും അടുത്തോടെ പോവില്ല. നമ്മുടെ ഇത്രയും നല്ല മാങ്ങകളുള്ളപ്പോൾ ഇതൊക്കെ മേടിച്ച്, ഇതൊരിക്കലും നമ്മുടെ മാങ്ങകളുടെ പ്രൊമോഷനല്ല, സത്യാവസ്ഥയുള്ള റിവ്യൂ ആണ്. നിങ്ങൾക്ക് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 2 മാങ്ങ കഴിച്ചിട്ട് ഇവനൊന്ന് കഴിച്ചു നോക്കും, അപ്പോൾ ഇവൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ റിസൾട്ട്. പ്രതീക്ഷിച്ച് 2 മാങ്ങയും ഒരെണ്ണം നിരാശപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് കഴിച്ചത് അതൊരു കുളമ്പിൻ്റെ സ്വാദ് കൂടി, കുളമ്പ് എന്ന് പറഞ്ഞ രാജാവ്, കുളമ്പിൽ തന്നെ നമ്മൾ ജയിൻറ്റ് കുളമ്പ് എന്ന് പറഞ്ഞ തിരുവമ്പാടി എന്ന് പേരിട്ടൊരു മാങ്ങയുണ്ട്. അതിൻ്റെ മരം മുറിച്ച് പോയതുകൊണ്ട് നമുക്കതിൻ്റെ മാങ്ങ ഇപ്പോൾ കിട്ടാൻ വഴിയില്ല. എൻ്റെ വീട്ടിലൊരെണ്ണം വളർന്നിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ആകുമ്പോഴാണ് അത് കിട്ടുള്ളൂ. അതിൽ നമ്മുടെ ഈ തിരുവമ്പാടി എന്ന് പറഞ്ഞ കുളമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാ കുളമ്പിനേക്കാളും ഒരു പിടി മുന്നിലാണ്. മനസ്സിലായ? അപ്പോൾ അത്തരം മാങ്ങ, പിന്നെ ഒരു മഞ്ഞക്കുളമ്പ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്, അതിൻ്റെയും മരം നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ പക്ഷേ തൈ നമ്മൾ വളർത്തിയില്ല. 3 എണ്ണം എൻ്റെ ഈ പരിസരത്ത് ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുളമ്പ് തന്നെ അതിൻ്റെ സ്വല്പം ബാക്കിലേക്ക് ഇറങ്ങിക്കും. ആ കുളമ്പിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാധാ കുളമ്പ്, നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളക്കുളമ്പ്, ശ്രീലങ്കയിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. ഒരു വെള്ളക്കുളമ്പുണ്ട്. ആ വെള്ളക്കുളമ്പ് അതിൻ്റെ താഴെ, വെള്ളക്കുളമ്പ് നമ്മുടെ കുളമ്പ് കണ്ടെത്തിയ കുളമ്പുകളായിട്ട് നോക്കുമ്പോൾ താഴെ നിൽക്കുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഇത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു പുതിയ വീഡിയോ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. മാംഗോ ഹണ്ടിങ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തി ചാനലൊന്ന് അടിപൊളിയാക്കാം. ഓക്കെ, ബൈ ബൈ.